എന്നാൽ നമുക്ക് മീൻകറി തേങ്ങ അരച്ച് കറി വെച്ച് നോക്കിയാലോ. വാ. പിന്നെ നമുക്ക് കണ്ണനയിലാണ് കിട്ടിയേക്കുന്നത്. നമുക്കൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കണം. പിന്നെ നമുക്ക് അരച്ച് വെച്ചിട്ട് പോവാം. അപ്പോൾ കുറച്ച് തേങ്ങയും കൊച്ചുള്ളി അരിഞ്ഞിട്ട് തേങ്ങയ്ക്കകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി കുറവും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. നല്ലതായിട്ട് അരയണം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കണം. ഒഴിച്ച് കറിക്കായതുകൊണ്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരണം. എന്നിട്ട് നമുക്കിതിവിടെ വെച്ചിട്ട് മീൻ വെട്ടി റെഡിയാക്കി കൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ചട്ടി എടുത്ത് അതിനകത്തോട്ട് കൊച്ചുള്ളി ഇടേണ്ടവർക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ഇടാം. അരപ്പ് ഇട്ട് കുറച്ച് തോട്ടുപുളിയാണ് എടുത്തേക്കുന്നത്. തോട്ടുപുളി ഇട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് പിന്നീട് ആയാലും ഇടാം, കറി ആയതുകൊണ്ട് പറ്റിക്കല്ലോ. ഗ്യാസ് തീ കത്തിച്ച് നമുക്ക് അടപ്പയിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് കഷ്ണം ഇടാം. നന്നായിട്ട് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ അതിലേക്ക് പെറുക്കിയിടാം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട്, ആദ്യം ഇടേണ്ടവർക്ക് ആദ്യം ഇടാം കറിവേപ്പില, അവസാനം ഇടേണ്ടവർക്ക് അവസാനം ഇടാം. ഞാനൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴാണ് കറിവേപ്പില ഇട്ടേ. ആദ്യമേ ഇട്ടാൽ ചിലപ്പോൾ അങ്ങ് അലുത്ത് പോകും കറിവേപ്പില. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കഴുകി വെട്ടിയാക്കി വൃത്തിവെച്ചേക്കുന്ന മീൻ പെറുക്കിയിടാം. മീനെല്ലാം ഒന്ന് പെറുക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. തീ കൂടുതലായതുകൊണ്ട് എനിക്ക് ഇത്രയും തീ വേണ്ട. അതുകൊണ്ട് കറി ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇറക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ്, എണ്ണ എക്സ്ട്രാ ഒഴിച്ചിട്ടില്ല. നമുക്ക് ഇച്ചിരി കപ്പ വേവിച്ചതിനകത്തോട്ട് കുറച്ച് മീൻകറി ഇങ്ങനെ ഒഴിച്ച് നമുക്ക് ഇച്ചിരി മീനും, ഇച്ചിരി മീൻ വറുത്തത്, ഇച്ചിരി മീൻ പറ്റിച്ചതും ഉണ്ട്. ഈ കപ്പയും കൂടെ എടുത്ത് അങ്ങോട്ട് നമുക്കങ്ങോട്ട് കഴിക്കാം. അപ്പം നാളെ കാണാം. ബൈ ബൈ.